Hi friends, welcome to Diya's World. ഗ്രീൻ കളർ സാറ്റിൻ റിബൺ വെച്ച് ചെയ്തൊരു ഹെയർ ബാൻഡാണിത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. 1 ഇഞ്ച് വീതിയുള്ള സാറ്റിൻ റിബൺ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോ പെറ്റൽസ് ഉണ്ടാക്കാനായിട്ടും 3 ഇഞ്ച് നീളത്തിലുള്ള പീസാണ് വേണ്ടത്. 3 ഇഞ്ച് നീളത്തിലുള്ള 6 പീസാണ് നമുക്ക് വേണ്ടത്. ഓരോ പീസിൻ്റെയും കട്ട് ചെയ്ത ഭാഗം ചെറുതായിട്ടൊന്ന് ബേൺ ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത ഭാഗം വിട്ടു വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസാണ് ഈ ചാനലിൽ ഇടുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസ് എടുക്കുക. അതിനെ നീളത്തിൽ 2ആയി മടക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കണം. എല്ലാ പെറ്റൽസിലും ഒരേ പാറ്റേണിൽ തന്നെ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലവറിന് വേണ്ട 6 പെറ്റൽസും ഇതേ പാറ്റേണിൽ തന്നെ തുന്നിയെടുക്കുക. പെറ്റൽസ് നമ്മൾ തുന്നിക്കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒരു ഫ്ലവറാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ ആ നൂലിൻ്റെ അറ്റത്ത് പിടിച്ച് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ പെറ്റൽസ് എല്ലാം ചുരുങ്ങി ചുരുങ്ങി ഒരു ഫ്ലവർ ഷേപ്പിലേക്ക് ആവുന്നത് കാണാൻ പറ്റും. കറക്റ്റ് ഒരു ഫ്ലവർ ഷേപ്പ് ആയതിന് ശേഷം നമുക്ക് 2 അറ്റവും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. പെറ്റൽസ് എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം 2 അറ്റവും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് സൂചി പുറകിലേക്ക് കുത്തിയെടുക്കണം. നൂല് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് 1-2 കെട്ടിട്ട് കൊടുക്കുക. ബീഡ്സ് വെച്ചും സാറ്റിൻ റിബൺ വെച്ചുമുള്ള ഹെയർ ബാൻഡിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനു മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. പെറ്റൽസ് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഒരു ഫ്ലവർ ഷേപ്പിലാക്കുക. ഇനി നമുക്ക് നടുക്കായിട്ടൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. വലിയ ഫ്ലവർ ആയതുകൊണ്ട് വലിയ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിലായിട്ട് വേണം അറ്റാച്ച് ചെയ്യാനായിട്ട്. ഒരു ഫ്ലവറല്ലേ ഉള്ളൂ, അപ്പോൾ അതൊരു സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്താൽ മാത്രമേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. സൈഡിലായിട്ട് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. എന്നാലേ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അതിനായിട്ട് റൗണ്ട് ഷേപ്പിൽ സാറ്റിൻ റിബൺ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബേൺ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ബാക്ക് സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഹെയർ ബാൻഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്